ഹായ് ഹലോ ഏഞ്ചൽ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി നൈറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചതെന്ന് നോക്കാം. അവർ നൈറ്റിൽ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചത്? അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഈ റിലേഷനെ പ്രതി, റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചറിനെ പ്രതി നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്? ഓവറോൾ എനർജി വന്നിരിക്കുന്നത് വെയിറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം അവർ എന്താണ് നൈറ്റിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചത്. ഓക്കെ, നിങ്ങളെ വന്ന് കാണണമെന്ന് തന്നെയാണ് അവർ ചിന്തിച്ചത്. റിലേഷൻഷിപ്പ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, നിങ്ങളിലേക്ക് കടന്നു വരണം, നിങ്ങൾക്ക് സപ്പോർട്ടായിരിക്കണം, നിങ്ങൾ അവർക്ക് ഒരുപാട് സപ്പോർട്ടായിരുന്നു എന്നും ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ നെഗറ്റിവിറ്റീസിനെയും മാറ്റിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് കടന്നു വന്ന ഒരു സെലിബ്രേഷനോടുകൂടി സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടുണ്ടായിരുന്ന നല്ല നിമിഷങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഒരുമിച്ച് യാത്ര പോയിരുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും രണ്ട് സിറ്റുവേഷൻ ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളെ തന്നെ ജീവിതത്തിലേക്ക് വേണമെന്ന് തന്നെയാണ് അവർ ഇന്നലെ രാത്രി ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, ഇവിടെ 1 2 19 10 1 ആണ് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളെക്കുറിച്ച് ന്യൂ ബിഗിനിങ് ആയിട്ട് ഇമോഷണൽ പരമായിട്ടും ഒക്കെ അവർ നല്ല രീതിയിൽ ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ കറണ്ട് എനർജി, നിങ്ങൾക്ക് ഇപ്പോൾ ഒരുപാട് സ്റ്റക്ക് സിറ്റുവേഷനാണ്. എന്താണ് ഈ റിലേഷൻഷിപ്പിൽ നടക്കുന്നത്, എന്താണ്, ഞാൻ എന്ത് ആക്ഷൻ എടുക്കണമെന്നറിയുന്നില്ല. ഇടയ്ക്ക് തോന്നും എത്രയും പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി ചെല്ലാമെന്ന് വിചാരിക്കും. ഒക്കെ ഇടിച്ചു കയറി സംസാരിക്കാമെന്ന് വിചാരിക്കും. പിന്നെ വിചാരിക്കും അത് വേണ്ട, അത് ശരിയാകത്തില്ല എന്ന് വിചാരിച്ച് എന്താണ് ചെയ്യേണ്ടത്, ഇരിക്കുമ്പോൾ തോന്നും നടക്കണമെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയുണ്ടല്ലോ, അതുപോലെ ഉള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ബ്ലോക്കുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. ഓക്കെ, കുറേ ചലഞ്ചസ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എങ്ങനെയാണ് ഇതെല്ലാം ഒന്ന് നേരെയാക്കി മുന്നോട്ട് പോകേണ്ടത്? ജീവിതത്തിൽ ഒരുപാട് സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നിങ്ങൾ ഒരുപാട് ഇതുപോലെയുള്ള സിറ്റുവേഷൻ ഒരുപാട് ഫേസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുന്നോട്ട് എങ്ങനെയാണ്? എനിക്കിനി ഒന്നിനും വയ്യ, വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ച് യൂണിവേഴ്സിൽ തന്നെ സറണ്ടർ ചെയ്ത് ചില കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുവാൻ തീരുമാനിച്ച് നിൽക്കുന്നതായിട്ട് കാണുന്നു. ചില വ്യക്തികൾ ലെറ്റ് ഗോ ചെയ്തതായും കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇരിപ്പ് തന്നെയാണ്, ഒരു ആക്ഷനും എടുക്കുന്നില്ല. സമയമാകുമ്പോൾ സമയമാകട്ടെ അപ്പോഴെന്തെങ്കിലും ആക്ഷൻ എടുക്കാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, എന്നാൽ എന്തെങ്കിലും തയ്യാറായി നിൽക്കുകയാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പൊരുതാനും തയ്യാറായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അവർ തയ്യാറായി നിൽക്കുന്നത് നിങ്ങളുമായിട്ട് റീയൂണിയന് വേണ്ടിയിട്ടല്ല. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അവരോട് എന്തെങ്കിലും നിങ്ങൾ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ട് ഫൈറ്റ് ചെയ്യാനാണ് തയ്യാറായിരിക്കുന്നത് കേട്ടോ. ഓക്കെ, എന്നാൽ അവർക്കറിയാം അവർ ചെയ്തത് ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ അവർക്ക് അറിയാം. അവർ സോറിയൊക്കെ ഉള്ളുകൊണ്ട് പറയുന്നുണ്ട്, അതൊന്നും നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞെന്ന് വരത്തില്ല. ഓക്കെ, പക്ഷേ അതൊന്നും അവർ അവരുടെ സോൾ ഇപ്പോൾ ഇതുപോലെ വളരെ വിഷമിച്ച് കിടക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്നാൽ പുറമേ അവർ സിംഹത്തെ പോലെ നിൽക്കുന്ന അവസ്ഥ, പൂച്ച സിംഹത്തിൻ്റെ മാസ്ക് വെച്ചതുപോലെയാണ് അവരിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ പോകുന്നത്. ആക്ഷൻ എടുക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ആക്ഷൻ എടുക്കാൻ തയ്യാറാകുന്നില്ല, എല്ലാം ദൈവം നടത്തിക്കോളും എന്നുള്ള രീതിയിലാണ് അവിടെ നിൽക്കുന്നത്. സമയമാകട്ടെ ആക്ഷൻ എടുക്കാം എന്നുള്ള രീതിയിൽ നിൽക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്, എന്ത് മെസ്സേജാണ് എൻ്റെ വ്യൂസിന് ഈ ഒരു സമയം വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്നത്? ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് കൊടുക്കുന്ന മെസ്സേജ് എന്താണ്? നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് അറിയാനാണ് ഇതെടുക്കുന്നത് കേട്ടോ. നമ്മൾ ഇതിൽ കാണുന്നത് മാത്രമല്ല ടാരോ കാർഡ്സ് കൂടി എടുക്കുമ്പോഴാണ് ആ ഒരു മെസ്സേജ് ഫുള്ളാകുന്നത്. ഓക്കെ, പ്ലീസ് കെഡ്മി മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ നൽകുന്ന മെസ്സേജ് എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് നൽകുന്ന മെസ്സേജ് എന്താണ്?
എന്തോ ഇത് ഓക്കെ, അവരെന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കുറച്ചൊക്കെ അവർക്ക് വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങളാണ് അവരുടെ ലോകമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ ചിന്തകളിൽ കൂടി തന്നെയാണ് അവർ നല്ല രീതിയിൽ കടന്നു പോകുന്നത്. ഓക്കെ, ഒരുപാട് പെയിൻ സിറ്റുവേഷൻ അവർക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോയ നിമിഷം അല്ലെങ്കിൽ ലാസ്റ്റ് നിങ്ങൾ പിരിഞ്ഞു പോയ സമയത്തെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് എന്തൊക്കെ വാക്കുകൾ പറഞ്ഞിട്ടാണ് മിണ്ടാതായത്, ബ്ലോക്ക് ചെയ്തത്, വിട്ടുപോയത്, അതിനെക്കുറിച്ചൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തന്നെയാണ് അവരുടെ ലോകമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കാരണം നിങ്ങളില്ലാണ്ട് അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കത്തില്ല. ദ വേൾഡാണ് വന്നിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ പോലെ വീണ്ടും നിങ്ങൾ അവരിലേക്ക് തന്നെ കറങ്ങി ചുറ്റി വരും. എവിടെ പോകാനാണ് എന്നുള്ള ഒരു ചിന്തയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, ഇപ്പോൾ അവർ മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവരൊരു ഹെർമിറ്റ് എനർജിയിലാണ്. ഓക്കെ, അപ്പോൾ അവർ എല്ലാ കാര്യങ്ങളിൽ നിന്നും കുറച്ച് വിട്ടു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇവിടെ ഒരു ഹെർമിറ്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. അപ്പം സന്യാസ ജീവിതം എന്ന് പറഞ്ഞാൽ സന്യാസിയായിട്ട് പോകുന്നു എന്നുള്ളതല്ല, കുറച്ച് സമയത്തെങ്കിലും അവരുടെ സോളിനും അവരും ഒരു മനസ്സമാധാനം, എനിക്ക് കുറച്ച് മനസ്സമാധാനം വേണം എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അപ്പോൾ അതുപോലെ അവരവരുടെ സോളിലേക്ക് മാത്രം ഒതുങ്ങി എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒക്കെ ഒന്ന് വിട്ടു നിൽക്കണം എന്നാണ് അവർ നിങ്ങൾക്ക് ഒരു മെസ്സേജ് നൽകുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന മെസ്സേജ്, എൻ്റെ ദൈവമേ, എന്നാൽ ഒരുപാട് സ്നേഹവുമുണ്ട്, എന്നാൽ പുറമേ കാണിക്കുന്നതോ അടിയും വഴക്കും ദേഷ്യവും പിണക്കവും ഒക്കെയാണ് ഈ കാണിക്കുന്നത്. ഉള്ളിൻ്റെ ഉള്ളിൽ നല്ല സ്നേഹമുണ്ട്, ഒരിക്കലും പിരിയാൻ പറ്റാത്ത രീതിയിൽ ഇത് ഇങ്ങനെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പുറമേ കാണിക്കുന്നതും സംസാരിക്കുന്നതും ഈ ഒരു എനർജിയാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾ ഉള്ളിൽ കാണിക്കുന്നതൊന്ന്, പുറമേ കാണിക്കുന്നതൊന്ന്. ഓക്കെ, അവരുടെ മുമ്പിൽ ചിലപ്പോൾ നിങ്ങൾ വഴക്കിടുന്നുണ്ടായിരിക്കും, ദേഷ്യം കാണിക്കുന്നു, എനിക്കിത് വേണ്ട, ഇത് നിർത്തി, ഇതോടുകൂടി അവസാനിപ്പിച്ചു, ഇനി ഇത് ശരിയാകത്തില്ല എന്ന് പറയുമെങ്കിലും മനസ്സിൽ നല്ല രീതിയിൽ അവർ തന്നെയാണ് നിങ്ങളുടെ ലോകം, അവരില്ലാണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രത്തോളം സ്നേഹം തന്നെയാണ് നിങ്ങൾക്കുള്ളത്. ഓക്കെ, പക്ഷേ നിങ്ങൾ പ്രകടമാക്കി കാണിക്കുന്നത് ഇതാണ്. ഓക്കെ, ബാലൻസ് നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിത് റെസനേറ്റ് ആകുന്നോന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മെസ്സേജ് കൂടി എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി എൻ്റെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത് ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ടാരോ കാർഡ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സും അതുപോലെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റോട് കൂടിയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.